എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ശ്രീ രവീന്ദ്രൻ സംഗീതം ചെയ്ത് ശ്രീമതി കെ എസ് ചിത്ര പാടിയ മൗലിയിൽ മയിൽപീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി എന്ന ഗാനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി ഡി, അതായത് 2 കട്ട. രാഗം മോഹനം. മോഹനത്തിൽ ഒരു ഇടയ്ക്കൊരു വലിയ നിഷാദം, കാകളി നിഷാദം ഒരു ടച്ച് പോലെ വന്നിട്ടുണ്ട് അനുപല്ലവിയിൽ. ബാക്കിയെല്ലാം മോഹനം തന്നെയാണ്. അപ്പോൾ മോഹനരാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രാഗമാണ്. അത്രയും പോപ്പുലറായിട്ടുള്ള രാഗമാണല്ലോ. ഇതിനു മുമ്പും കുറേ ഗാനങ്ങൾ ഞാൻ മോഹനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് 90ാമത്തെ എപ്പിസോഡാണ്, അതായത് 90ാമത്തെ സോങ്ങാണ് ഇത് ഇന്നത്തെ. അപ്പോൾ 3 ഫിംഗർ ഡിയിലുള്ള ഫ്ലൂട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 3 വിരൽ സ. ഇതിൽ മോഹനം എന്ന് പറയുമ്പോൾ എല്ലാം ഫുൾ നോട്ട വരിക. സ രി ഗ പ ധ സ സാ ധ പ ഗ രി സ. മോഹനത്തിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രാഗം തന്നെയാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് ഷഡ്ജം, വലിയ ഋഷഭം, അതായത് ചതുർശ്ര ഋഷഭം, വലിയ ഗാന്ധാരം, അന്തരഗാന്ധാരം, പഞ്ചമം, വലിയ ദൈവതം, ചതുർശ്രുതി ദൈവതം, ഷഡ്ജം. ഇതാണ് സ രി ഗ പ ധ സ സ ധ പ ഗ രി സ. അങ്ങനെ. അപ്പം ഞാൻ നിഷാദം കൂടി ചേർത്താണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ അനുപല്ലിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. പിന്നെ രവിയേട്ടനായിട്ടുള്ള, അതായത് രവീന്ദ്രനായിട്ടുള്ള ബന്ധം ഒരു 78 മുതലുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗാനമുള്ള പ്രോഗ്രാമിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയുള്ളത്. അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് 91 തൊട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു കാസറ്റിന് വേണ്ടി പാട്ട് എഴുതാൻ വേണ്ടി വന്നിരുന്നു. സിനിമയിലൊക്കെ എഴുതുന്നതിന് മുമ്പ്. അപ്പോൾ സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ്റെ സ്റ്റുഡിയോ, നാദം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് സൗത്തിൽ പള്ളിമുക്കിലുണ്ടായിരുന്നു. അവിടെ ആണ് അദ്ദേഹം ആദ്യമായിട്ട് പാട്ട് എഴുതി വന്നത്. സതീഷ് വിനോദ് എന്ന് പറഞ്ഞ കണ്ണൂരുള്ള 2 മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടുള്ള ബ്രദേഴ്സ്
അവർ രണ്ടുപേരും കൂടി മ്യൂസിക് ചെയ്ത് അവരുടെ മ്യൂസിക്കാണ് ആദ്യമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരി പാട്ട് എഴുതാൻ വേണ്ടി വന്നത്. വളരെ എളിമയോടുകൂടിയൊക്കെ വന്ന ഒരാളായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലിറിക് വാല്യൂ കൂടി സിനിമയിലൊക്കെ വന്നു. ധാരാളം സിനിമകളിൽ അദ്ദേഹത്തിന് എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. അതിമനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം എഴുതുകയും ചെയ്തു. പിന്നെ നമ്മളെ വിട്ടുപോയി. വന്ന പോലെ തന്നെ ആൾ വളരെ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ഇതുകൊണ്ട് അങ്ങനെ ആളെ നമ്മളെ വിട്ടുപോയി. അപ്പോൾ ഈ ഗാനം ഗിരീഷിൻ്റെയും രവിയേട്ടൻ്റെയും കാൽക്കൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. പല്ലവിയിലേക്ക് പോകുമ്പോൾ മൗലിയിൽ മയിൽപീലി ചാർത്തി, താളം ആദ്യ താളം, അതായത് 1 2 3 4 1 2 3 4 അങ്ങനെ. അപ്പോൾ പദ പദ പഗ ഗപ ഗരി സരി ഗ ഗ, പദ പദ പഗ ഗപ ഗരി സരി ഗ ഗ, മൗലിയിൽ മയിൽപീലി ചാർത്തി. മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി, പദ പസദ പഗ മഞ്ഞപ്പ, പദ പസദ പഗ മഞ്ഞപ്പ, ഗപദ ഗദ പരിരി താമ്പരം, ഗപദ ഗദ പരിരി ഗ ഗ, പദ പസദ പഗ ഗപദ ഗപദ ഗദ പരിരി ഗ ഗ. അപ്പോൾ ആദ്യം പദ പദ പഗ ഗപ ഗരി സരി ഗ ഗ, പദ പസദ പഗ ഗപദ ഗദ പരിരി ഗ ഗ. ഗുരുവായൂരപ്പൻ ഗുരുവായൂരമ്പലം സരി ഗ ഗപ, ഗുരുവായൂരമ്പലം ഗരി ഗ സ സ സ, സരി ഗ ഗപ ഗരി ഗ സ സ സ, ഗുരുവായൂരമ്പലം. സരി ഗ ഗ പരി സ സ സ, ഗോകുലമാക്കുന്ന, സരി ഗ ഗ പ രി സ സ സ, രീ വായിക്കുമ്പോൾ ഗരിസ 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 സ ഗരിസ സ സ രി സ സ സ, മാക്കുന്ന. സ സ സ, രീ വന്നത് ഗരി സ സ സ, സരി ഗ ഗ പ ഗരി ഗ സ സ സ, സരി ഗ ഗ പ രി സ സ സ. ഗോപകുമാരനെ ഗോപകു സരി ഗ പ ഗോപകുമാരനെ ദാദ ദ സരി സ, കണി കാണണം നെഞ്ചിൽ, കണി കാണണം നെഞ്ചിൽ,
പ പ പ പ ദ പഗരി പ പ പ പ പ ദ പഗരി. ഗോരോ ജനകുറി കണി കാണണം. സരിഗ 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 പ സ സ സ സ സ ആ സ സ സ സ രി സ സ സ സ രീന്ന് വരും. രി സ സ സ സ. അപ്പോൾ ഗോരോ ജനകുറി കണി കാണണം. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പം ഞാനത് മുഴുവനായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ഇതാണ് പല്ലവി. അത് ഞാൻ ഉടനെ തന്നെ ഒരു കോറസ് ഉണ്ട്, ഫീമെയിൽ കോറസ്. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ ഗഗ പ പദ നന്ദനന്ദനം വൺ ഭജേ നന്ദനന്ദനം രേ രി ഗ വൺ പഗരി സരി ഭജേ രി രി ഗ 1 2 3 പഗരി സരി ഗ പ പ 1 പദ രി രി ഗ 1 പഗരി സരി ഗ പ പദ രി രി ഗ അവിടെ സെക്കൻഡ് ടൈമിൽ രി രി ഗ അങ്ങനെ വരും. ഭജേ എന്നുള്ള അവസാനം വരില്ല. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം 3 4 അവിടെ ഗ്യാപ്പാണ്. അപ്പോൾ അതാണ് പല്ലവിയുടെ കോറസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പല്ലവിയുടെ ആദ്യത്തെ ആ 2 ലൈൻസ് കൂടി വന്നിട്ട് വരും. മൗലിയിൽ മയിൽപീലി ചാർത്തി മഞ്ഞപ്പിതാംബരം ചാർത്തി. അത് താഴേക്ക് വരും. പദ പദ പഗ പഗരി സരി ഗ 3 4 പദ പസദ പഗ ഗദ ഗപദ ഗദ പരി സ ഗപദ ഗദ പഗരി സ ഇങ്ങനെയാണ് പല്ലവിയും കോറസും അതിൻ്റെ ബാക്കി പല്ലവിയും വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്ക് എത്തിച്ച് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് സംശയം തീർത്തിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അനുബല്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.